ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ ഇൻറ്റിജേഴ്സിന്റെ ബാക്കി പ്രോപ്പർട്ടീസ് ഒക്കെയാണ് പഠിക്കുന്നത്. എന്താണ് പ്രോപ്പർട്ടീസ്? അതായത് നമ്മൾ മൾട്ടിപ്ലിക്കേഷനിലും അഡീഷനിലും സബ്ട്രാക്ഷനിലും ഒക്കെ ഇൻറ്റിജേഴ്സിന്റെ കേസിലാണെങ്കിലും ഹോൾ നമ്പേഴ്സിന്റെ കേസിലാണെങ്കിലും നമ്മൾ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു പ്രോപ്പർട്ടീസ്? ക്ലോസർ പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ്, അങ്ങനെ പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞായിരുന്നു. ഓർക്കുന്നുണ്ടോ? അപ്പം അതേപോലെ നമ്മൾ ഡിവിഷനകത്തും ആരുടെ ഇൻറ്റിജേഴ്സിന്റെ ഒക്കെ ചെയ്യുന്ന ഡിവിഷനകത്തും ഈ പ്രോപ്പർട്ടി ഇവർ അംഗീകരിക്കുന്നുണ്ടോ എന്ന്. എന്തായിരുന്നു ക്ലോസർ പ്രോപ്പർട്ടി എന്ന് ഓർക്കുന്നുണ്ടോ? അതായത് ഇപ്പൊ ഞാൻ ഇൻറ്റിജറിന്റെ കേസ് മാത്രമാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ ഇൻറ്റിജറിന്റെ കേസില് രണ്ട് ഇൻറ്റിജേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ ആൻസർ എന്നായിരിക്കണം? ഇൻറ്റിജർ. അല്ലെ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എന്നായിരിക്കണം? ഇൻറ്റിജർ. പിന്നെ എന്നായിരുന്നു? ഇത്രയേ ഉള്ളായിരുന്നു അല്ലെ. അഡീഷനും സബ്ട്രാക്ഷൻ ചെയ്താലും എന്തായിരിക്കണം? ഇൻറ്റിജർ. ആണെങ്കിൽ നമ്മൾ നോക്കിയായിരുന്നു, ചിലതൊന്നും അല്ല അല്ലേ, സബ്ട്രാക്ഷൻ ഒന്നും അല്ല. ആണെങ്കിൽ അവരെന്ത് പ്രോപ്പർട്ടിയാന്ന് പറയും? ക്ലോസർ പ്രോപ്പർട്ടിയാണ്. ഇത് ഇൻറ്റിജറിന്റെ കേസിൽ നമ്മളിനി ഹോൾ നമ്പർ എടുക്കുന്നെങ്കിലോ, രണ്ട് ഹോൾ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ ആൻസർ എന്നായിരിക്കണം? ഹോൾ നമ്പർ. അല്ലെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്നായിരിക്കണം? ഹോൾ നമ്പേഴ്സ്. അതിനെയാണ് ക്ലോസർ എന്ന് പറയുന്നത്. ആരെ വെച്ച് ചെയ്യുന്നു? ഇൻറ്റിജറിനെ വെച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ഹോൾ നമ്പറിനെ വെച്ച് ചെയ്യുന്നു, ആൻസർ സെയിം ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലോസർ പ്രോപ്പർട്ടി. ക്ലോസ്ഡ് ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാവേ. ഇവിടെ ഡിവിഷൻ -8 ഡിവൈഡ് ബൈ -4. നിങ്ങൾ സൈൻ നോക്കണ്ട, ആദ്യം ആൻസർ എഴുതിക്കേ. 2 ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്ലസും മൈനസും ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ സൈൻ നോക്കി കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സൈൻ നോക്കി കാൽക്കുലേഷൻ ചെയ്യണം. ഈ രണ്ട് കേസിലും മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷന്റെ കേസിൽ നിങ്ങൾ സൈൻ നോക്കാതെ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്ത് വെക്കാം. ഡിവൈഡ് ചെയ്യണം, ഡിവൈഡ് ചെയ്ത് വെക്കാം. അതിന് ശേഷം സൈൻ കൊടുത്താൽ മതി. സൈൻ കൊടുക്കേണ്ടെന്നല്ല, സൈൻ പിന്നെ കൊടുത്താൽ മതി. ഇവിടെ നോക്കിയേ, 8 ഡിവൈഡ് ബൈ 4 എന്നാണ്? 2. നമുക്കറിയാം രണ്ട് മൈനസ് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ ആൻസർ ഈസ് പ്ലസ്. അപ്പൊ +2. ഇത് ഇൻറ്റിജർ ആണോ? അതേലോ. 2 ഈസ് ഓൾസോ ആൻ ഇൻറ്റിജർ. ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നൊക്കെ മക്കളെ? നമ്മുടെ എല്ലാ നെഗറ്റീവ് സംഖ്യയും സീറോയും എല്ലാ പോസിറ്റീവ് സംഖ്യയും കൂടെ പറയുന്ന പേരാണ് ഇൻറ്റിജർ. അപ്പൊ 2 ഈസ് ആൻ ഇൻറ്റിജർ. അപ്പൊ ഇത് ക്ലോസ്ഡ് ആണല്ലോ. എല്ലാ കേസിലും ആണോ നോക്കണം, ചില കേസിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇത് നോക്കിയേ, 4 ഡിവൈഡഡ് ബൈ 8. 4നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ പൂർണ്ണമായിട്ട്? നമുക്ക് ഇങ്ങനെ എഴുതാവേ. ഓക്കെ, 2 മൈനസ് ആണ്. 2 മൈനസ് വന്ന ആൻസർ പ്ലസ് ആ. ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ഇതിനെ ഡിവൈഡ് വെട്ടിക്കളയാം അല്ലേ. അപ്പൊ ആൻസർ പറഞ്ഞാൽ ശരിക്കും നമുക്ക് എന്നാ കിട്ടുന്നത്? 1/2. ഇതൊരു ഫ്രാക്ഷൻ ആണ്. ഇൻറ്റിജർ ആണോ? അല്ല. ഇൻറ്റിജേഴ്സിനകത്ത് ഫ്രാക്ഷൻ വരുമോ? നമ്മൾ പഠിക്കും. ഇത് റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ടെക്സ്റ്റിൽ തന്നെ അവസാന ഭാഗത്ത് നമുക്ക് പഠിക്കാറുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രാക്ഷൻ ആണ്. അപ്പൊ ഇവിടെ ഇൻറ്റിജർ വന്നില്ല. ഇത് ഇൻറ്റിജർ ആണ്, ഇത് ഇൻറ്റിജർ ആയിട്ട് വന്നില്ല. ഇനി ഈ കേസിൽ നോക്കാം. 8 ഡിവൈഡഡ് ബൈ 3. 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ മക്കളെ? ഇല്ല. അപ്പൊ എഴുതുവാണെങ്കിൽ ഇങ്ങനെ തന്നെ വരത്തുള്ളൂ. ഓക്കെ, ഒരു പ്ലസും ഒരു മൈനസും ഒരു പ്ലസും ഒരു പ്ലസും കൂടെ ഡിവൈഡ് ചെയ്യുന്നാൽ ആൻസർ എന്നായിരിക്കും? മൈനസ് ആണോ? അല്ലേ? അതെ. അപ്പൊ ഇത് -8/3 ആണ്. 3/8 -9. ഓക്കെ, 8/3 ഒരു ഫ്രാക്ഷൻ ആണ്, ഇൻറ്റിജർ അല്ല. ഇവിടെ വരുമ്പോ 3/8 എന്നാണ് വരുന്നത്. സൈൻ ഉള്ളതുകൊണ്ട് മൈനസ് ഉണ്ട്, പ്ലസും മൈനസും ഉള്ളതുകൊണ്ട് മൈനസ് ആണ് വരുന്നത്. അപ്പൊ ഈ 3 കേസിലും വന്നില്ല. എല്ലാ കേസിലും വരണം. ഒരെണ്ണത്ത് മാത്രം ആൻസർ കിട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ എങ്ങനെയൊക്കെ ഇൻറ്റിജേഴ്സ് ഡിവൈഡ് ചെയ്താലും ആൻസർ ഒരു ഇൻറ്റിജർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ക്ലോസർ പ്രോപ്പർട്ടി ആണെന്ന് പറയും. അപ്പം ഇത് ക്ലോസർ ആണോ? അപ്പൊ നമുക്ക് എന്നെ എഴുതാം? ഇൻറ്റിജേഴ്സ് അണ്ടർ ഏതിനാണ്? ഡിവിഷൻ ഈസ് നോട്ട് ക്ലോസ്ഡ്. ഇപ്പൊ ക്ലോസ്ഡ് ആണോ? അല്ല, ക്ലോസ്ഡ് അല്ല. അപ്പൊ നമുക്കിനി അടുത്തൊരു പ്രോപ്പർട്ടിയും കൂടെ നോക്കിയാലോ. അടുത്ത നമ്മുടെ പ്രോപ്പർട്ടി ഏതാ? നിങ്ങൾക്കറിയാം. അടുത്ത പ്രോപ്പർട്ടിയാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അനുസരിച്ച് എന്താ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി? ഓർക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ നമ്മുടെ കമ്മ്യൂട്ടേറ്റീവ്? A+B എന്ന് ചെയ്താൽ B+Aക്ക് തുല്യമായിരിക്കണം. അല്ലെങ്കിൽ A×B എന്ന് പറഞ്ഞാൽ B×A ആയിരിക്കണം. അല്ലേ? A-B എന്ന് പറഞ്ഞാൽ B-A. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ചെയ്താൽ, അതായത് 1×2 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2×1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ്. അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് ഡിവിഷന്റെ കേസ്, ഇത് നമ്മൾ ഇൻറ്റിജേഴ്സിന്റെ കേസിലാണ് പറയുന്നത് കേട്ടോ.
ഇൻഡിജേഴ്സും ഹോൾ നമ്പേഴ്സും ഏതെടുത്താലും ഇങ്ങനെ തന്നെ വയ്ക്കണം പ്രോപ്പർട്ടി. അപ്പൊ നമുക്ക് നോക്കാം ഇവര് കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് നോക്കട്ടെ. -8 ഡിവൈഡഡ് ബൈ -2. ആൻസർ പറ മക്കളെ. ആദ്യം പറഞ്ഞതുപോലെ 8നെ വെറുതെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 4 രണ്ട് മൈനസ് തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ വന്നാൽ ആൻസർ ഈസ് എത്രയാ വരുന്നത്? 4 വരും. ഓക്കെ, അടുത്ത് നോക്കിയേ. ഇത് തിരിച്ചൊന്ന് ചെയ്തേ. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്താ ചെയ്യണ്ടേ? A ഡിവൈഡഡ് ബൈ B ചെയ്താൽ എന്ത് ചെയ്യണം? B ഡിവൈഡഡ് ബൈ A ചെയ്യണം. B ഡിവൈഡ് ബൈ ഇത് A ഇത് B. ഓക്കെ, -2 ഡിവൈഡഡ് ബൈ -8. 2ഉം 8ഉം കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 2നെ 8 കൊണ്ട് പറ്റുമോ? ഇതുപോലെ ഫ്രാക്ഷൻ എഴുതാനേ പറ്റത്തുള്ളൂ അല്ലേ? 2/8. 2 മൈനസ് വന്നാൽ പ്ലസ്. ഇതിനെ വെട്ടക്കളയാമല്ലോ. അപ്പൊ ആൻസർ എന്താണ്? 1/4. സെയിം ആൻസർ ആണോ കിട്ടിയത്? B ഡിവൈഡ് ബൈ A ചെയ്തപ്പോൾ സെയിം ആണോ കിട്ടിയത്? അല്ല. അപ്പൊ ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ? അല്ല അല്ലേ? ഒരു എക്സാമ്പിൾ കൂടെ നോക്കിയാലോ. -9 ഡിവൈഡഡ് ബൈ 3. നമ്മൾ ആദ്യം എന്നായിരിക്കും? സൈൻ ഒന്നും നോക്കുന്നില്ല. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാ. എത്രയാണ്? 3. ആൻസർ ഒരു മൈനസും ഒരു പ്ലസും കൂടെ ഡിവൈഡ് ചെയ്യാൻ വന്നാൽ ആൻസർ ഈസ് -3 അല്ലേ? തിരിച്ചു ചെയ്ത് നോക്കിയേ. അപ്പൊ ഇത് A ഡിവൈഡ് ബൈ B ആ ചെയ്ത്. ഇനി B ഡിവൈഡഡ് ബൈ A ചെയ്യാൻ പോവാണേ. 3A 3 ഡിവൈഡഡ് ബൈ -9. 3യെ 9 കൊണ്ട് പറ്റുമോ? നമുക്ക് ഇതുപോലെ ഫ്രാക്ഷൻ ആക്കി എഴുതാനേ പറ്റത്തുള്ളൂ അല്ലേ? ആൻസർ എത്രയാ? ഒരു പ്ലസ് ഒരു മൈനസും വന്നാൽ ആൻസർ മൈനസ് ആണ്. ഇതിന് വെട്ടിക്കളയാം. അപ്പൊ ആൻസർ എത്ര വരും? -1/3. അപ്പൊ കിട്ടുന്നുണ്ടോ? ഇല്ല. ഇത് എത്ര പ്രോബ്ലംസ് ഒക്കെ ചെയ്താലും നമ്മൾ ചെയ്ത് നോക്കിയാലും നമുക്ക് കിട്ടത്തില്ല. കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് ആണോ? അല്ല. ഡിവിഷൻ ഒന്നും കമ്മ്യൂട്ടേറ്റീവ് അല്ല അല്ലേ? ഡിവിഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല, ക്ലോസ്ഡ് അല്ല. അപ്പൊ എന്നാ എഴുതാം? ഡിവിഷൻ അല്ല, ഇൻഡിജർ അണ്ടർ ഏതി കിടക്കുന്നതാണ്? ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, നമ്മൾ ഇതിന് എല്ലാത്തിനെയും പറ്റി നമ്മൾ ലാസ്റ്റ് ഒരു നോട്ട് ഉണ്ടാക്കുന്നുണ്ടാകും. ആരൊക്കെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അല്ലെ ക്ലോസർ പ്രോപ്പർട്ടി ഒക്കെ അംഗീകരിക്കുന്നുണ്ടെന്ന് ഓരോന്നും. ഏതൊക്കെ? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതെല്ലാം നമ്മൾ എഴുതി നമുക്കൊരു നോട്ടായിട്ട് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ സ്റ്റഡി റൂമിൽ അവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കും, എഴുതി ഒട്ടിച്ചു വെക്കും. സംശയം വരുമ്പോൾ ഡെയിലി ഇങ്ങനെ നോക്കിയാൽ മതി. പഠിക്കും മക്കളെ. ഓക്കെ, ഇതിപ്പോൾ മനസ്സിലായില്ല. 2 പ്രോപ്പർട്ടീസ്, ക്ലോസറും കമ്മ്യൂട്ടേറ്റീവും രണ്ടും ഇവർ അംഗീകരിക്കുന്നില്ല. ആര്? ഇൻഡിജേഴ്സ് അണ്ടർ ഡിവിഷൻ. ഓക്കെ, മനസ്സിലായില്ലേ മക്കളെ? ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഫ്രണ്ട്സിനോടൊക്കെ റെക്കമെൻഡ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.